ക്രിസ്മസ് പ്ലം കേക്ക്. അതും നല്ല റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ട് നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള ഒരു അടിപൊളി പ്ലം കേക്കിന്റെ റെസിപ്പി നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മെൽറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞ് ഒരു കാരമലൈസ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എത്രത്തോളം നിങ്ങളുടെ കാരമൽ സിറപ്പ് ഡാർക്കർ ആയിരിക്കോ അത്രയും ഡാർക്കർ ആയിരിക്കും നിങ്ങളുടെ കേക്ക്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇത് ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സോക്ക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് 1 കപ്പ് നമുക്ക് എടുക്കണം. ഈ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് മെഷർ ചെയ്ത് എടുത്തതിന് ശേഷം അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് അതിൽ ബാക്കിയുള്ള ആൽക്കഹോൾ ഒക്കെ നമുക്കൊന്ന് മാറ്റി ഒരു സൈഡിലേക്ക് ഒന്ന് വെക്കണം. നമ്മൾ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോൾ മസാല ചേർത്തിട്ടുണ്ട്. എന്നാലും കേക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ജാതിക്കായ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു സീവറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല ഇത് ഏകദേശം 1/2 ടീസ്പൂൺ ഉണ്ടാവും. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. മസാല കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സൈഡിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന്റെ മിക്സിംഗ് പരിപാടി തുടങ്ങാം. ഞാനിവിടെ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാൻ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. നല്ല ഡാർക്ക് കളറിലുള്ള ഷുഗർ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്ക് ഒന്നുകൂട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കണം. ഓരോ മുട്ടയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓരോ മുട്ട ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഈ മുട്ടയുടെ ഉളുമ്പ് മണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതെല്ലാം കൂടി നല്ല ക്രീമി ആയിട്ട് അതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ നല്ല ക്രീമി ആയിട്ട് അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഓവർ ബീറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ റം, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ബാക്കി വന്ന റം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്തത്. അത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള വെള്ള ഭാഗം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെള്ള ഭാഗം വന്നു കഴിഞ്ഞാൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കേർഡിൽഡ് ആയിട്ട് തോന്നും, പക്ഷെ അല്ലാട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പാണ്. അത് കാരണമാണ് നിങ്ങൾക്ക് ഇതുപോലെ തോന്നുന്നത്. പക്ഷെ അതുകൊണ്ട് കേക്കിന്റെ ബാറ്ററിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് മിക്സിലേക്ക് 1/2 കപ്പ് കാഷ്നട്ട്സ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിൽ നിന്ന് 1-1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഈ കേക്കിന്റെ അടിഭാഗത്തേക്ക് താഴ്ന്നു പോകില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഈ ഒരു മൈദ വെച്ചൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ ആ ഒരു മിക്സിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് നമുക്ക് 3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ശക്തിയിൽ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുന്നവരെ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ മൈദ കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുന്നവരെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
നിങ്ങൾ അലുമിനിയത്തിന്റെ കേക്ക് ടിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബേക്ക് ആൻഡ് സെർവ് മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ മീതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് 3-4 പ്രാവശ്യം നമുക്ക് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 60 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് നല്ല നീറ്റായിട്ട് വരുന്നത് വരെ ബേക്ക് ചെയ്തൊന്ന് എടുക്കണം. 40 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേക്ക് ടിൻ പുറത്തെടുക്കാം. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള സമയം ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കേക്കിന്റെ മുകൾ ഭാഗം കരിഞ്ഞു വരില്ല കേട്ടോ. ഇപ്പോൾ 60 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് കുത്തി നോക്കാം. നല്ല നീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓവർ ബേക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കേക്കിന്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള റം ഇതിന്റെ മീതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബാസ്റ്റിംഗ് ദ കേക്ക് എന്നാണ് ഈ ഒരു പ്രോസസ്സ് പറയുന്നത്. നമുക്ക് ഈ ഒരു സെയിം പ്രൊസീജിയർ 2-3 ദിവസം വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിന്റെ ഫ്ലേവർ നന്നായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. റം കൊണ്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഈ കേക്ക് ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഈ കേക്ക് ഡയറക്റ്റ് ആയിട്ട് അലുമിനിയം ഫോയിലിൽ കവർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അലുമിനിയം ഫോയിലും അതുപോലെ ഈ കേക്കിന്റെ അകത്തുള്ള ആൽക്കഹോളും തമ്മിൽ റിയാക്ഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇതുപോലെ നമ്മൾ ക്ലിംഗ് റാപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ലോഡഡ് ആയിട്ടുള്ള അടിപൊളി ക്രിസ്മസ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ വീട്ടിൽ പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ.